ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾക്ക് ഗിവ് അവേ റിസൾട്ട് ഉണ്ട് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തവണ ഞാൻ വിന്നറിനെ സെലക്ട് ചെയ്തിരുന്നത് നമ്മുടെ കമൻറ്റ് പിക്കറിലൂടെ തന്നെയാണ് കേട്ടോ. അതിന് മുന്നേ എനിക്ക് ഗിവ് അവയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് മുന്നേ തന്നെ ഞാനും ഇക്കും ഒക്കെ വീഡിയോ ചെയ്തതിൻ്റെ ഇടയിൽ, ഒരു ലോങ് വീഡിയോയുടെ ഇടയിൽ നമ്മൾ എവിടെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇനിയും കുറേ ഗിവ് അവേയും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ആ ഒരു ഗിവ് അവേ നമ്മൾക്ക് ആർക്ക് കൊടുക്കാനാണ് താല്പര്യം, ഏറ്റവും ഇഷ്ടം എന്നും നമ്മൾ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേക്കും. നമ്മൾ അതിനകത്ത് മെൻഷൻ ചെയ്തിരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളെ യൂട്യൂബ് ചാനലിൽ അത്രയും കാലങ്ങളായി സബ്സ്ക്രൈബ് ചെയ്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ അത്രയും കാലങ്ങൾ അല്ലെങ്കിൽ പോലും നമ്മളെ യൂട്യൂബ് ചാനൽ ഉള്ളിടത്തോളം കാലം ഫുള്ള് നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്നുറപ്പുള്ള ആൾ. ഓക്കെ ഗൈസ്, അപ്പം ഞങ്ങൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ചാനൽ തുടങ്ങിയപ്പോൾ മുതലുള്ള നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണമെന്നൊന്നുമില്ല. ഇപ്പം പുതിയതായിട്ട് റീസെന്റ് വന്ന സബ്സ്ക്രൈബേഴ്സിന് ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ആഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ചാനൽ ത്രൂ ഔട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതായത് കമന്റ് ഇട്ടും ലൈക്ക് അടിച്ചിട്ടും, അതായത് ഞങ്ങൾക്ക് വ്യൂസ് ഒക്കെ തന്നിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മാത്രമേ ഈ ഒരു ഗിവ് അവേയിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ആദ്യമേ പറഞ്ഞിരുന്നത് പോലെ തന്നെ നമ്മളെ ഇങ്ങോട്ട് അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് തിരിച്ചെന്തെങ്കിലും നമ്മുടെ സ്നേഹം കൊണ്ട്, നമ്മുടെ സന്തോഷം കൊണ്ട് തിരിച്ച് അവർക്ക് എന്തെങ്കിലും കൊടുക്കണം എന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു ഗിവ് അവേ നിങ്ങൾക്ക് തരുന്നത് തന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി 7 ഗിവ് അവേയും കൂടി വരാനുണ്ട്. അത് ഞാനിപ്പം ഈ ഒരു ഗിവ് അവേ ഇത്രയും ലാഗ് അടുപ്പിക്കാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സാധാരണ ഇത്രയും ലാഗ് അടുപ്പിക്കാറില്ല. ബട്ട് ഇത്തവണ ഞാൻ ലാഗ് അടുപ്പിക്കാനുണ്ടായ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ പുറകോട്ട് എൻ്റെ വീഡിയോസ്, എൻ്റെ ഷോർട്സ് ഒക്കെ ഞാനിങ്ങനെ എടുത്തു നോക്കുന്നുണ്ടായിരുന്നു. ഇതുവരെ നമ്മുടെ ഗിവ് അവേ ഗിഫ്റ്റ് റിസീവ് ചെയ്തിട്ടുള്ള ആൾക്കാർ നമ്മളെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, നമുക്ക് ഇപ്പോഴും കമൻറ്റ് ചെയ്യാറുണ്ടോ, ആ മുന്നേ കാണിച്ച ഉഷാർ ഇപ്പോഴും ഉണ്ടോ, അത്രയും കമൻറ്റ്സ് ഇട്ടിട്ടും ലൈക്ക് ചെയ്തിട്ടും ഒക്കെ നമുക്ക് ഇപ്പോഴും സപ്പോർട്ട് ചെയ്യാറുണ്ടോ എന്ന് ഞാൻ നോക്കുമ്പോൾ പകുതി കൂടുതൽ ആൾക്കാരും നമ്മളെ ആ രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മൾ ആദ്യം ഒരു 3, പിന്നൊരു 3 പറഞ്ഞിട്ട് നമ്മൾ മൊത്തം 9 ഗിവ് അവേസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ 9 ഗിവ് അവേസിൽ ഞാൻ പേരെടുത്ത് പറയുന്നുണ്ട്. സാഹി വ്യൂസ് സ്റ്റിൽ എനിക്ക് കമൻറ്റ് ചെയ്യാറും സപ്പോർട്ട് ചെയ്യാറൊക്കെ ഉണ്ട്. അതേപോലെ ദേവലക്ഷ്മി നമുക്ക് ഇപ്പോഴും കമൻറ്റ് ചെയ്യാറും സപ്പോർട്ട് ചെയ്യാറും ഉണ്ട്. പിന്നെ ഷെഹസാ മറിയം എന്ന് പറയുന്ന ഒരു അക്കൗണ്ട്, അതിപ്പോഴും നമുക്ക് കമൻറ്റ് ചെയ്യാറും സപ്പോർട്ട് ചെയ്യാറൊക്കെ ഉണ്ട്. അതേപോലെ മിന്നുക്കുട്ടി എന്ന് പറയുന്ന അക്കൗണ്ടും സപ്പോർട്ട് ചെയ്യാറൊക്കെ ഉണ്ട്. പിന്നെ മാറിയും തിരിഞ്ഞും ഒക്കെ ചില സ്ഥലത്തൊക്കെ ഞാൻ ഇനാര സെഹറിഷിനെയും കാണാറുണ്ട്. വല്ലാണ്ട് കാണാറില്ലെങ്കിലും കുറച്ചെങ്കിലും ഒക്കെ ഞാൻ അവരെയും കാണാറൊക്കെ. അപ്പൊ ബാക്കി വരുന്ന ഈ 4 വിന്നേഴ്സ്, അവരുടെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല, അത് നിങ്ങൾ ആരാന്ന് വെച്ചാൽ കണ്ടുപിടിച്ചോ. ഈ 4 പേരും ഇനാക്റ്റീവാണ്. അവരാ ഗിവ് അവേ വാങ്ങിച്ചിട്ട് ആ പോക്ക് പോയി, അൺസബ്സ്ക്രൈബ് ചെയ്തു. ഫസ്റ്റ് ഓഫ് ഓൾ അവർ അൺസബ്സ്ക്രൈബ് ചെയ്തു. സെക്കൻഡ് തിങ്, അവർ കമന്റ് ഇടുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും നിർത്തി. അപ്പം ഞാൻ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ അത് അർഹിക്കുന്നില്ല. എൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് എനിക്ക് തരാൻ പൊരുത്തമില്ല. ഐ എം നോട്ട് ഹാപ്പി ടു ഗിവ് യു. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഞാൻ എന്നെ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന, എനിക്ക് തിരിച്ച് അതേപോലെ നിങ്ങൾക്ക് അതേ സ്നേഹം തിരിച്ചു തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാനാണ് എനിക്ക് ഗിവ് അവേ ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ പുതിയ ആൾക്കാർ നമ്മളെ സബ്സ്ക്രൈബർ ആവുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്നെ ത്രൂ ഔട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിവിടെ നിന്നാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യണ്ട. കാരണം നമുക്കൊരു കൂട്ടായ്മ, അല്ലെങ്കിൽ ഒരു ഫാമിലി പോലെ, അല്ലെങ്കിൽ നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന, നമ്മൾ അത്രയും സ്നേഹിക്കുന്ന, നമ്മളെ ഉയർച്ചയിലും താഴ്ചയിലും ഒക്കെ നമ്മൾ ഓരോ വീഡിയോസ് അതിനെ പറ്റിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ സപ്പോർട്ടായിട്ടും കമൻറ്റ് ഇട്ടല്ലേ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കുഴപ്പമില്ല, അല്ലെങ്കിൽ അത് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒന്നുകൂടെ നന്നായിരുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക്, ആ ഒരു സംഭവമാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇത്തവണ നമ്മുടെ ഗിവ് അവേ വിന്നർ ആരാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ പുതിയ ഗിവ് അവേയുടെ വിന്നർ ആരാണെന്ന് നമുക്ക് നോക്കാം. സോറി ഗൈസ്, ഞാൻ ഇത്രയും ഡിലേ ചെയ്തതിന് ഞാനിവിടെ സ്ക്രീൻ അറ്റാച്ച് ചെയ്തിരിക്കാം കേട്ടോ. സൈഡിൽ കമൻറ്റ് പിക്കറിൽ നമുക്ക് നമ്മുടെ ലിങ്ക് ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അതിൻ്റെ വിന്നർ ആരാണെന്ന് നോക്കാം കേട്ടോ ഗൈസ്.
നമുക്ക് വേഗം തന്നെ അത് ചെക്ക് ചെയ്യാം. അർഹതപ്പെട്ട ഒരാൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ ദയവേദി ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർ വെറും ഗിവ് അവേക്ക് മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യരുത്. അത് എന്നോട് ചെയ്യുന്നൊരു ചതിയായി പോകും ഗൈസ്. പ്ലീസ് ഡു നോട്ട് ഡു ദാറ്റ് ടു മീ. കാരണം നമുക്കിതിനകത്തുനിന്ന് റവന്യൂ വരാനോ ഒന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിൻ്റേതായ ബഡ്ജറ്റ് ലിമിറ്റ് എനിക്കുണ്ട്. അപ്പോൾ എന്നെ അത്രയും ഹെൽപ്പ് ചെയ്യുന്ന, എന്നെ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന, നമ്മുടെ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എനിക്കത് കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓക്കെ ഗൈസ്, അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ്. അബ്ദുൽ മുനീറിനാണ് ഇത്തവണ നമ്മളെ ഗിവ് അവേ കിട്ടിയിട്ടുള്ളത്. അബ്ദുൽ മുനീർ കുറേ കാലമായിട്ട് നമ്മൾ വീഡിയോസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നുണ്ട് അബ്ദുൽ മുനീറിനോട്. ഇനിയും നമ്മുടെ വീഡിയോസിലൊക്കെ സപ്പോർട്ട് ചെയ്യണം. അബ്ദുൽ മുനീറിന് ഇത്തവണ എന്തായാലും ലക്ക് ഉണ്ടായിരുന്നു കേട്ടോ. 2-3 നമ്മൾ കമൻറ്റ് പിക്കറിൽ 3 പ്രാവശ്യം കണ്ട് നമ്മൾ പിക്ക് ചെയ്തപ്പോഴും അബ്ദുൽ മുനീർ 3-ാം സ്ഥാനത്തും 4-ാം സ്ഥാനത്തും ഒക്കെ ആയിപ്പോയിട്ടുണ്ടായിരുന്നു. ആ ഒറ്റ കാരണം കൊണ്ട് അബ്ദുൽ മുനീറിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇത്തവണ നിങ്ങൾക്കാണ് ആ ഒരു ഗിവ് അവേയുടെ ഗിഫ്റ്റ് ഉള്ളത്. അപ്പം നമുക്ക് 7 ഗിവ് അവേയും കൂടി വരാനുണ്ട്. ഇത്രയും ലാഗ് അടുപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബട്ട് ത്രൂ ഔട്ട് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അല്ലേ ഇക്കുന് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ ഗൈസ്, എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ. അതായത് ഇനി വരുന്ന ഗിവ് അവേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർ മാക്സിമം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആ ഒരു ഗിവ് അവേ വീഡിയോസിൽ മാത്രമായിട്ട് നിങ്ങൾ ഒതുങ്ങിക്കൂടരുത്. നിങ്ങൾ മാക്സിമം പോയിട്ട് നമ്മുടെ എന്താ പറയുക, നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിലും അതേപോലെ ഷോർട്സിലും ഒക്കെ നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇനി മുതൽ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങളുടെ കമൻറ്റാണ് കമൻറ്റ് പിക്കർ പിക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും എന്താ പറയുക, ഞാൻ എന്തായാലും പോയിട്ട് നിങ്ങളുടെ ഈ മാക്സിമം സപ്പോർട്ട്, അതായത് മാക്സിമം കമൻറ്റുകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ മറ്റ് വീഡിയോസിലുണ്ടോ എന്നും കൂടി ഞാൻ വെരിഫൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഈ ഒരു ഞാൻ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗിവ് അവേയുടെ വീഡിയോസ് കാണുമ്പോൾ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ഗിവ് അവേ വീഡിയോസ് എൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവുക എന്നുള്ളൊരു സംഭവമാണ്. ഈ ഒരു ഗിവ് അവേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ചിന്തിക്കേണ്ട ഇത്ര ഒരു കാര്യം മാത്രമാണ്. അതിന് എൻ്റെതെന്നല്ല, ആരുടേതോ ആയിക്കോട്ടെ, മോണിറ്റൈസേഷൻ വരാത്ത അക്കൗണ്ടുകൾ, പ്രത്യേകിച്ച് സ്മോൾ അക്കൗണ്ടുകളാണെങ്കിൽ നിങ്ങളത് മാക്സിമം അവരെ യൂട്ടിലൈസ് ചെയ്യാൻ നിൽക്കുന്നത് പോലെ നിൽക്കാണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. അവരുടെ ചാനൽ നിങ്ങൾ വളർത്താൻ വേണ്ടി മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓക്കെ ഗൈസ്, അപ്പം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിക്ക് നിങ്ങൾ നിൽക്കരുത്. എനിക്ക് അത്രയേ ഉള്ളൂ പറയാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്മോൾ ചാനലുകളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ മോണിറ്റൈസേഷൻ വരുന്നതിന് മുന്നേ നമ്മൾ ഈ ഒരു ഗിവ് അവേ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പോക്കറ്റിൽ നിന്നാണ് ആ ഒരു ക്യാഷൊക്കെ നമ്മൾ ചിലവാക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഗിവ് അവേക്കുള്ള ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്നത്. പ്രത്യേകിച്ച് എൻ്റെ ഒരു അക്കൗണ്ടിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഈ ഗിവ് അവേയുടെ ഐറ്റംസ് ഒന്നും ചീപ്പായിട്ടുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളോ ഒന്നുമല്ല. മാക്സിമം നല്ല രീതിക്കുള്ള സാധനങ്ങൾ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി ശ്രമിക്കാറുള്ളത്. അപ്പം നമുക്ക് മോണിറ്റൈസേഷൻ വന്നിട്ടില്ല. അപ്പം നിങ്ങൾ ആ ഒരു സപ്പോർട്ട് നമുക്ക് തിരിച്ചു തരിക. അല്ലാണ്ട് ജസ്റ്റ് ഓക്കെ ഗിവ് അവേക്ക് വേണ്ടി ഇവരെ യൂട്ടിലൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഇവരുടെ വീഡിയോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ഗിവ് അവേ കിട്ടിയില്ലെങ്കിൽ ഇവിടെ നിന്ന് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവാം, ഇവരെ ഗിവ് അവേ കിട്ടുന്നത് വരെ മാത്രം സപ്പോർട്ട് ചെയ്താൽ മതി എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഓക്കെ, നമുക്ക് മോണിറ്റൈസേഷനും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ഏർണിങ്സ് വരാൻ തുടങ്ങും. ഏർണിങ്സ് വരാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ഗിവ് അവേ ആ ഒരു ഏർണിങ്സ് കൊണ്ടായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുക. അതിപ്പോൾ നമ്മുടെ പോക്കറ്റിലെ കാശ് കൊണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കാര്യം ആയതുകൊണ്ട് ഞാൻ പേഴ്സണലി റിക്വസ്റ്റ് ചെയ്യാണ് നിങ്ങളോട്. അപ്പം മാക്സിമം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. മാക്സിമം എല്ലാ വീഡിയോസിലും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, കമൻ്റ് ഇട്ട് ലൈക്ക് ചെയ്തുമൊക്കെ. അങ്ങനെ ഒത്തിരി പേര് എനിക്കുണ്ട്.
പേരെടുത്ത് പറയേണ്ട കുറച്ച് ആൾക്കാർ എന്തായാലും ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഗിവ് അവേ കൊടുത്ത ആൾക്കാർ ഇപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുകൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി പറയാത്ത കുറച്ച് പേരുകളുണ്ട്, അവർക്ക് ഇതുവരെ ഗിവ് അവേ ഗിഫ്റ്റുകളൊന്നും വിൻ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. ബട്ട് ഇനി പോകുന്ന ഡേയ്സിൽ അവർ വിൻ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എനിക്ക് അവർക്ക് കൊടുക്കാൻ നല്ല താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്, ഇഷ്ടമുണ്ട്, അവർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളെ കുറച്ച് മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നതിനേക്കാളും നമുക്ക് ത്രൂ ഔട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നതല്ലേ നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഒരു റൂൾ ഇതിനകത്ത് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. കാരണം ഇനി നമുക്ക് 7 ഗിവ് അവേകളാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ 7 ഗിവ് അവേ കൊടുക്കുമ്പോഴും കമൻറ്റ് പിക്കറിലൂടെ കമൻറ്റ് ഒരാളുടേത് പിക്ക് ചെയ്യുമ്പോൾ അവർ ബാക്കി വീഡിയോസിലൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ പോയി ചെക്ക് ചെയ്യുന്നതായിരിക്കും ഇനി മുതൽ. നമ്മുടെ ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ഒക്കെ ഞാൻ പോയി ചെക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് എനിക്ക് പറയാൻ വേണ്ടിയിട്ട്. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. കൺഗ്രാറ്റുലേഷൻസ് അബ്ദുൽ മുനീർ വൺസ് അഗെയിൻ. അപ്പോൾ ഇനി വരുന്ന 7 ഗിവ് അവേ വിന്നേഴ്സ് ആരാണ് എന്നുള്ള എക്സൈറ്റ്മെൻറ്റ് എനിക്ക് നല്ലോണം ഉണ്ട്. അപ്പം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ തിരിച്ച് നിങ്ങൾക്കും നല്ല നല്ല ഗിഫ്റ്റുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് കുറേ സർപ്രൈസസ് ആണ് വരാൻ വേണ്ടിയിട്ടുള്ളത്. അതൊക്കെ നമുക്ക് വലിയ രീതിയിലൊക്കെ ഗിഫ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊക്കെ പോസിബിൾ ആവുക നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചിട്ടായിരിക്കും കേട്ടോ. ബായ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരാളെ കാണിക്കാൻ മറന്നുപോയത്, ഹെസ്ലിൻ. ഇവളാണ് കുറേ നേരം കൊണ്ട് ഇവിടെ കിടന്ന് സൗണ്ട് ഉണ്ടാക്കിയിട്ട് മമ്മ 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഹെസ് ബേബി ഹായ് പറഞ്ഞ എല്ലാവരോടും ഹായ്. കണ്ടോ, അവൾക്ക് ആഗ്രഹമാണ് ഞാനിങ്ങനെ സംസാരിക്കുമ്പം, കണ്ടോ എന്നെ സംസാരിക്കാൻ വിടാണ്ട്. എന്തോ ഹായ് പറയണോ? ഓക്കെ ഹായ് പറഞ്ഞോ. ബായ് പറഞ്ഞേ എല്ലാവരോടും. ടാറ്റാ ബായ് പറഞ്ഞേ. ബായ് സീ യു പറഞ്ഞ. ഓക്കേ എന്ന് പറഞ്ഞ. എൻ്റെ തംസപ്പ് ഇങ്ങനെയാണ്, അവളുടെ തംസപ്പ് ഇങ്ങനെയാണ് ഗൈസ്. ഓക്കെ ബൈ ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ വേണ്ടിയിട്ട്. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്.